പ്രക്ഷോഭത്തിനിടെ 7 ഇറാനിയൻ അർമേനിയൻ വംശജർ കൊല്ലപ്പെട്ടതായാണ് പുറത്തുവരുന്ന വിവരം. ഇതിൽ എജ്മിൻ മസിഹി എന്നയാളെ മാത്രമാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഫാർസ് പ്രവിശ്യയിൽ 10ഓളം ക്രൈസ്തവരെ വീടുകളിൽ റെയ്ഡ് നടത്തി അറസ്റ്റ് ചെയ്തു. മഷാദിൽ 55 സഭാവിശ്വാസികളെ കാണാതായതായും റിപ്പോർട്ടുണ്ട്. അതേസമയം ക്രൈസ്തവരെ വിദേശ ശത്രുക്കളായാണ് ഇറാൻ ഭരണകൂടം മുദ്രകുത്തുന്നത്. സുരക്ഷാ സേനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ പ്രക്ഷോഭകർക്ക് രഹസ്യമായി ഭക്ഷണവും മരുന്നും എത്തിക്കുന്നതിൽ ക്രൈസ്തവ സമൂഹം സജീവമാണ്. ആശുപത്രികളിൽ ചികിത്സ തേടുന്നത് അറസ്റ്റിന് കാരണമാകുന്നതിനാൽ വീടുകൾ കേന്ദ്രീകരിച്ചാണ് ക്രൈസ്തവർ വൈദ്യസഹായം നൽകുന്നത്. 2025 ഡിസംബർ 28 ആരംഭിച്ച ഈ പ്രക്ഷോഭം ഇറാൻ ചരിത്രത്തിലെ തന്നെ വലിയ ജനകീയ മുന്നേറ്റമായാണ് വിലയിരുത്തപ്പെടുന്നത്. വിവരങ്ങൾ പുറംലോകം അറിയാതിരിക്കുവാൻ രാജ്യത്ത് ഇന്റർനെറ്റ് സേവനങ്ങൾ പൂർണ്ണമായും വിച്ഛേദിച്ചിരിക്കുകയാണ്. അതേസമയം ശതകോടീശ്വരൻ എലൺ മസ്ക് സൗജന്യമായി നൽകിയ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനങ്ങൾ റഷ്യൻ ചൈനീസ് മിലിറ്ററി ജാമറുകൾ ഉപയോഗിച്ച് തടയുവാനാണ് ആയത്തുള്ള ഖമേനിയുടെ ഭരണകൂടം ശ്രമിക്കുന്നത്. മാത്രമല്ല, വിലക്കയറ്റത്തിനും സ്വേച്ഛാധിപത്യത്തിനുമെതിരെ പ്രതിഷേധിച്ചവർക്ക് ജയിലുകളിൽ അതിക്രൂര ശിക്ഷാ നടപടികൾ നടപ്പിലാക്കുകയാണ് ഇറാൻ ഭരണകൂടം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊടുംതണുപ്പിൽ തടവുകാരെ ഉൾവസ്ത്രമില്ലാതെ നിർത്തി പൈപ്പിൽ വെള്ളം ചീറ്റിക്കുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കെമിക്കലുകൾ സിറിഞ്ച് ഉപയോഗിച്ച് ഇവരുടെ ശരീരത്തിൽ ഫലമായി കുത്തിവെക്കുന്നതായും പറയപ്പെടുന്നു. കറുത്ത ബാഗുകളിലായി അടുക്കിവെച്ചിരിക്കുന്ന മൃതദേഹങ്ങളിൽ നിന്ന് തങ്ങളുടെ ഉറ്റവരെ തിരയുന്ന കുടുംബാംഗങ്ങളുടെ ചിത്രങ്ങളും ഇപ്പോൾ പല സോഴ്സുകളിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് അനുസരിച്ച് 12,000 പേർ കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് വിവരങ്ങൾ. മരണസംഖ്യ 20,000-ഓളം എത്തിയതായി CBS ന്യൂസിന്റെ റിപ്പോർട്ടിലുണ്ട്. 45 വർഷമായി ഇറാൻ ഭരിക്കുന്ന ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ കനത്ത വെല്ലുവിളിയാണ് പ്രതിഷേധക്കാർ തീർത്തത്. എന്നാൽ പ്രതിഷേധം അടിച്ചമർത്തുവാൻ അതിക്രൂര നടപടികളാണ് ഭരണകൂടം സ്വീകരിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.